സ്റ്റോറി ടൈം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റോറി ടൈം വിത്ത് SKയിലേക്ക് സ്വാഗതം. ജംബു ആനയും കിട്ടുമുയലും എന്ന കഥയുടെ 2ാം ഭാഗമാണിത്. 1ാം ഭാഗം കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്, കണ്ടു നോക്കൂ. നമുക്ക് കഥ കാണാം. കിട്ടുമുയലുമായുള്ള സൗഹൃദം ജംബുവിൽ വളരെ മാറ്റം വരുത്തി. അവൻ്റെ അഹങ്കാരം ഒട്ടുമില്ലാതായി. ജംബു ആനയും കിട്ടുമുയലും വളരെ അടുത്ത കൂട്ടുകാരായി. അധിക സമയവും അവർ ഒരുമിച്ചാണ് കറക്കം. ജംബു ആനയുടെ പുറത്ത് കയറി കാട്ടിലൂടെ നടക്കുന്നതാണ് കിട്ടുമുയലിന് ഏറ്റവും ഇഷ്ടം. ഒരു ദിവസം ജംബു ആനയും കിട്ടുമുയലും കാട്ടിലൂടെ വർത്തമാനം പറഞ്ഞു നടക്കുകയായിരുന്നു. ജംബു ആന ചോദിച്ചു, എടാ കിട്ടു, നീ ഇന്ന് എന്താ രാവിലെ കഴിച്ചത്? ഞാനും കുറെ കാരറ്റ് തിന്നു. അല്ല, എന്താ നിന്റെ മുഖത്തൊരു വാട്ടം? ആ, ഒന്നുമില്ലടാ, എനിക്ക് വാഴപ്പഴം തിന്നാൻ കൊതിയാകുന്നു. എന്തു ചെയ്യും? വാഴപ്പഴമോ? അതിന് ഈ കാട്ടിലെവിടെയോ വാഴപ്പഴം? അതാ എന്റെ സങ്കടം. വാഴപ്പഴം കിട്ടണമെങ്കിൽ നാട്ടിലിറങ്ങണം. പക്ഷെ എന്നെ കണ്ടാൽ ആളുകൾ ഓടിപ്പോവും, അല്ലെങ്കിൽ ഓടിച്ചുവിടും. നീ വിഷമിക്കാതിരിക്കെ, നമുക്ക് വഴിയുണ്ടാക്കാം. കിട്ടു കുറേ നേരം തല പുകഞ്ഞ് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു വഴിയുണ്ട്, പക്ഷേ അല്പം കുഴപ്പം പിടിച്ചതാ. എന്തായാലും സാരമില്ല, നീ പറ. ഞാൻ ആരുടെയും കണ്ണിൽ പെടാതെ നാട്ടിലേക്ക് പോകാം. എന്നിട്ട് എവിടെയാണ് വാഴത്തോട്ടമുള്ളത് എന്ന് കണ്ടുവയ്ക്കാം. എന്നിട്ട് സന്ധ്യ മയങ്ങുമ്പോൾ നമുക്ക് രണ്ടാൾക്കും പോയി നോക്കാം. നിനക്ക് വാഴത്തോട്ടത്തിൽ കയറി വാഴപ്പഴം അപ്പോൾ തിന്നാമല്ലോ. ആ, അത് കൊള്ളാം. പക്ഷെ അവർ നിന്നെ കൂട്ടിലാക്കാതെ ശ്രദ്ധിക്കണേ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം, നീ ധൈര്യമായിരിക്കെ. കിട്ടുമുയൽ നടന്ന് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെത്തി. കുറെ ദൂരം നടന്നപ്പോൾ അവൻ ഒരു വാഴത്തോട്ടം കണ്ടു. അവൻ തിരിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു. ജംബു കിട്ടുവിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കിട്ടു ജംബുവിൻ്റെ അടുത്തെത്തി. കിട്ടു, കണ്ടോ? കണ്ടു, നമുക്ക് നാളെ പോകാം. ജംബുവിന് സന്തോഷമായി. പിറ്റേന്ന് സന്ധ്യ മയങ്ങിയപ്പോൾ അവർ രണ്ടുപേരും വാഴത്തോട്ടം ലക്ഷ്യമാക്കി നടന്നു. ആരും കാണാതെ ജംബു വാഴത്തോട്ടത്തിൽ കയറി. പഴുത്ത് വിളവെടുക്കാൻ പാകമായ പഴക്കുലകൾ. അത് കണ്ടിട്ട് ജംബുവിന് കൊതി സഹിച്ചില്ല. അവൻ വേഗം പഴം കഴിക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാഴത്തോട്ടത്തിലെ പകുതിയോളം പഴക്കുലകൾ അവൻ തിന്നു തീർത്തു. ആ വാഴത്തോട്ടം ഗോപാലൻ എന്നു പേരായ ഒരു കർഷകൻ്റേതായിരുന്നു. വാഴത്തോട്ടത്തിൻ്റെ അടുത്തായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. ബഹളം കേട്ട് അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ ഒരു ആനക്കുട്ടി തൻ്റെ വാഴത്തോട്ടം നശിപ്പിക്കുന്നതാണ് അയാൾ കണ്ടത്. അയാൾക്ക് സഹിച്ചില്ല. അയാൾ വേഗം ഒരു തീപ്പന്തം ഉണ്ടാക്കി അങ്ങോട്ട് ചെന്നു. നമ്മുടെ ജംബു തീ കണ്ടതും പേടിച്ച് തിരിച്ച് കാട്ടിലേക്ക് ഓടി. കിട്ടുവാവട്ടെ ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു. തൻ്റെ വാഴത്തോട്ടം നശിച്ചത് അയാൾക്ക് സഹിക്കാനായില്ല. അയാൾ വിഷമത്തോടെ ഭാര്യയോട് പറയാൻ തുടങ്ങി, സുമതി, നമ്മൾ ഇനി എന്തു ചെയ്യും? ചന്തയിൽ വിൽക്കുവാനുള്ള പഴക്കുലകളിൽ പകുതിയും ആ ആന തിന്നു. ഇനി ബാക്കിയുള്ളവ വിറ്റാൽ കുറച്ച് പണമല്ലേ കിട്ടൂ. നമ്മൾ ഇനി വീട്ടു ചെലവുകൾ എന്തു ചെയ്യും? സുമതി വിഷമത്തോടെ അയാളെ നോക്കിയിട്ട് പറഞ്ഞു, കരഞ്ഞിട്ട് എന്ത് കാര്യം? ഇതൊന്നും നമ്മുടെ കുറ്റമല്ലല്ലോ. ദൈവം നമുക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരും. നിങ്ങൾ വീട്ടിലേക്ക് വരൂ. അയാൾ ഭാര്യയോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് പോയി. കിട്ടുമുയൽ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി. അവൻ തിരിച്ച് കാട്ടിലെത്തി ജംബുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. അവനും സങ്കടമായി. ജംബുവിന് പഴം തിന്നണ്ടായിരുന്നു എന്ന് തോന്നി. അവൻ കിട്ടുവിനോട് ചോദിച്ചു, നമ്മൾ ഇനി എങ്ങനെ അയാളെ സഹായിക്കും കിട്ടു? കിട്ടു കുറേ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു, എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജംബു പറഞ്ഞു, എനിക്കൊരു ബുദ്ധി തോന്നുന്നു.
കിട്ടു. എന്താ? ജംബു പറഞ്ഞു. കാട്ടിൽ മാത്രം കിട്ടുന്ന രുചിയുള്ള പഴങ്ങൾ അയാൾക്ക് കൊണ്ടു കൊടുക്കാം. വാഴപ്പഴത്തേക്കാൾ പണം കിട്ടും. കിട്ടു പറഞ്ഞു. ആ, എന്നാ അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ പഴങ്ങൾ നമ്മൾ എന്തിലിട്ട് അയാൾക്ക് എത്തിച്ചു കൊടുക്കും? ആ, അതിന് ഒരു വഴിയുണ്ട്. നമുക്ക് തുന്നക്കാരൻ കുരുവിയെ കൊണ്ട് കട്ടിയുള്ള ഇലകൾ വെച്ച് ഒരു കൊട്ട ഉണ്ടാക്കിക്കാം, ജംബു പറഞ്ഞു. കിട്ടു പറഞ്ഞു. ആ, അത് നല്ല ബുദ്ധിയാ. അവർ രണ്ടുപേരും തുന്നക്കാരൻ കിളിയെ സമീപിച്ച് കൊട്ടയുണ്ടാക്കി. ജംബു കാട്ടിലെ രുചിയുള്ള പഴങ്ങൾ പറിച്ച് കൊട്ടയിലാക്കി. പിറ്റേ ദിവസം സന്ധ്യ മയങ്ങിയപ്പോൾ അവരിരുവരും കൃഷിക്കാരൻ്റെ വീടിന് സമീപമെത്തി. കിട്ടുമുയൽ ആര് പുറത്തില്ലെന്ന് ഉറപ്പുവരുത്തി. ജംബു വേഗം കൊട്ട അയാളുടെ വീടിൻ്റെ പടിയിൽ വെച്ച് തിരിച്ചുപോയി. കുറച്ചു സമയം കഴിഞ്ഞു വന്ന കർഷകൻ അത്ഭുതപ്പെട്ടു. നോക്കൂ സുമതി, നല്ല രുചിയുള്ള കാട്ടുപഴങ്ങൾ. ഇത് ആര് കൊണ്ടുവന്നു? ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള പഴങ്ങളാണല്ലോ. ചന്തയിൽ കൊണ്ടുപോയി വിറ്റാൽ നല്ല വില കിട്ടും. നമുക്ക് നഷ്ടപ്പെട്ട പഴങ്ങളേക്കാൾ വളരെയധികം പണം കിട്ടും. കർഷകൻ പിറ്റേ ദിവസം തന്നെ പഴങ്ങളെല്ലാം ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. അയാൾക്ക് ധാരാളം പണം ലഭിച്ചു. ഇനിയും കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഈ ചാനലിലെ മറ്റു കഥകൾ കാണുവാനായി ഈ ചാനലിൽ സ്റ്റോറി ടൈം വിത്ത് SK എന്നെഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അടുത്ത കഥയിൽ വീണ്ടും കാണാം.